Balanagar Technical Institute, Private ITI, Mookkannoor Angamaly. Workshop Calculations and Science for second years. നമുക്കിന്ന് പഠിക്കാനുള്ളത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള പാർട്ട് 1 വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പാർട്ട് 1 പഠിക്കാത്തവർ അത് കേട്ടതിന് കണ്ടതിന് പഠിച്ചതിന് ശേഷം പാർട്ട് 2ലേക്ക് വരിക. നമുക്കിന്ന് പഠിക്കാനുള്ളത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഷേപ്സ്, സെമി സർക്കിൾ, സർക്കുലർ കോൺ, ഹെമിസ്ഫിയർ, ട്രപ്പീസിയം. ആദ്യം നമുക്ക് സെമി സർക്കിളിൽ നോക്കാം. സെമി സർക്കിൾ നമുക്കറിയാവുന്നതാണ്, ഒരു സർക്കിളിന്റെ നേരെ പകുതിയാണ്. അപ്പോൾ സെമി സർക്കിള് ഫിഗർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിഗറിൽ എ ബി എന്ന് പറയുന്നതിന്റെ ബേസും ഒ പി അതുപോലെ തന്നെ ഒ എ അല്ലെങ്കിൽ ഒ ബി എന്ന് പറയുന്ന റേഡിയസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സെമി സർക്കിൾ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4r ഡിവൈഡഡ് ബൈ 3π ഫ്രം ഇറ്റ്സ് ബേസ് അലോങ് വെർട്ടിക്കൽ റേഡിയസ് r. ഓക്കെ, അതായത് നമ്മളൊരു സെമി സർക്കിൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ സെമി സർക്കിളിനെ സിമെട്രിക്കൽ എബൌട്ട് y ആക്സിസ് ആണ് എടുക്കുക. അതായത് ആ സെമി സർക്കിൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എപ്പോഴും y ആക്സിസിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിന് y വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, x വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമ്മൾ അത് ഒരു ആക്സിസിന് ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് x ആക്സിസ് y ആക്സിസ് എന്ന ഫസ്റ്റ് കോർഡിനേറ്റിന് ഉള്ളിലായിരിക്കുന്നതെങ്കിൽ അതിന്റെ x വാല്യൂ ഉണ്ടാകും, y വാല്യൂ ഉണ്ട്. നോർമലി നമ്മൾ ഒരു സെമി സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ആക്സിസ് നമ്മൾ y ആയിട്ടാണ് എടുക്കുക, അതായത് സിമെട്രിക്കൽ എബൌട്ട് y ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒ പി എന്ന് പറയുന്നതും ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്നും റേഡിയസ് r ആയിട്ട് എടുത്തു, എ ബി എന്ന് പറയുന്ന ബേസ് ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി സെമി സർക്കിൾ ആയിട്ട് എടുത്തു, ജി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഹൈറ്റ് ആണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ y ആയിട്ട് എടുത്തത്. അത് 4r ഡിവൈഡഡ് ബൈ 3π ആയിരിക്കും. അതായത് ബേസിൽ നിന്ന് എ ബിയിൽ നിന്ന് മുകളിലേക്ക് y ഡിസ്റ്റൻസ് മാറിയായിരിക്കും എന്തിരിക്കുക, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആ നീളം എന്ന് പറയുന്നത് 4r ഡിവൈഡഡ് ബൈ 3π ആയിരിക്കും. ഇനി x ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ a തൊട്ട് o വരെയുള്ള ലെങ്ത് ആണ്, അത് b/2 ആയിരിക്കും, അതായത് ബേസിന്റെ പകുതി ആയിരിക്കും. അതാണ് ഒരു സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അത് ഇത്ര ഓർത്ത് വെച്ചേക്കാം. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സെമി സർക്കിൾ എന്ന് പറയുന്നത് എ ഡിസ്റ്റൻസ് ഓഫ് 4r ബൈ 3π ഫ്രം ഇറ്റ്സ് ബേസ് അലോങ് വെർട്ടിക്കൽ റേഡിയസ് r. അതായത് വെർട്ടിക്കൽ റേഡിയസ് ആണ് നമ്മൾ എടുക്കുക. റേഡിയസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒ എ ഒരു റേഡിയസ് ആണ്, ഒ ബി ഒരു റേഡിയസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ആ ആർക്കിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ആ റേഡിയസ് കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മൾ എടുക്കുന്ന ഏത് മാത്രമാണ്, വെർട്ടിക്കൽ റേഡിയസ് മാത്രമാണ് എടുക്കുക. ആ വെർട്ടിക്കൽ റേഡിയസിന്റെ ഹൈറ്റ് 4r ബൈ 3πയിലാണ് എന്തിരിക്കുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി. അടുത്ത് നമുക്ക് സർക്കുലർ കോൺ നോക്കാം. കോൺ നമുക്ക് അറിയാവുന്നതാണ്. സർക്കുലർ കോണിന്റെ ഫിഗർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർക്കുലർ കോണിന്റെ കേസിലും നമുക്ക് നോക്കാം. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതും സിമെട്രിക്കൽ അബൌട്ട് y ആണ്, അതായത് y ആക്സിസ് ആണ് നമ്മൾ ആ കോണിന്റെ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. അതായത് y ആക്സിസിനുള്ളിലാണ് എന്തിരിക്കുന്നത്, കോൺ ഇരിക്കുന്നത്. അതുകൊണ്ട് x വാല്യൂ അവിടെ 0 ആയിട്ട് എടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സിസിനുള്ളിലാണ് നമ്മൾ വരുന്നെങ്കിൽ, അതായത് x ആക്സിസ് y ആക്സിസ് എന്ന ഫസ്റ്റ് കോർഡിനേറ്റിന് ഉള്ളിലാണ് വരുന്നെങ്കിൽ x വാല്യൂ y വാല്യൂ ഉണ്ടാവും. നമ്മൾ നോർമലി എടുക്കുക എപ്പോഴും y ആക്സിസിന് സിമെട്രി ആയിട്ടാണ് എടുക്കുക. അതാണ് നമ്മൾ പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് h/4 ഫ്രം ഇറ്റ്സ് ബേസ് മെഷേർഡ് അലോങ് ദ വെർട്ടിക്കൽ റേഡിയസ് r. ഇവിടെ നമ്മൾ എന്താണ്, വെർട്ടിക്കൽ റേഡിയസ് തന്നെയാണ് എടുക്കുക. വെർട്ടിക്കൽ റേഡിയസ് അല്ല, വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എടുക്കുക. വെർട്ടിക്കൽ ഹൈറ്റ് നമ്മൾ എടുക്കുന്നു. വെർട്ടിക്കൽ ഹൈറ്റിന്റെ എന്താണ് എടുക്കുന്നത്, h/4 എന്ന ഹൈറ്റിന്റെ ആ പോയിന്റിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത്. അതായത് വെർട്ടിക്കൽ ഹൈറ്റ് നമ്മൾ എടുത്തു, അതായത് കോൺ നമ്മൾ നേരെ വെർട്ടിക്കൽ ആയിട്ട് വെക്കുന്നു. ആ വെർട്ടിക്കൽ ആയിട്ട് വെക്കുമ്പോൾ അതിനൊരു ഹൈറ്റ് ഉണ്ട്, അതാണ് OC എന്ന് പറയുന്നത്. ആ OC-യുടെ h/4 ലെങ്തിൽ, എവിടുന്ന്, ബേസിൽ നിന്ന് h/4 ലെങ്തിലാണ് എന്തിരിക്കുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ബേസ് എന്ന് പറയുന്നത് എ ബി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ ബി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്, ഒ സി എന്ന് പറയുന്നതാണ് ഹൈറ്റ്. ആ OC-യുടെ അല്ലെങ്കിൽ ഹൈറ്റിന്റെ h/4 ലെങ്തിലാണ് എന്തിരിക്കുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി. എവിടുന്ന്, ബേസിൽ നിന്ന്. ഓക്കെ, ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക, ബേസിൽ നിന്ന് h/4 എന്ന ലെങ്തിൽ ആണ് എപ്പോഴും സെന്റർ ഓഫ് ഗ്രാവിറ്റി വരിക ഒരു കോണിന്റെ. അപ്പൊ അതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ v = 1/3πr²h. ഓർത്ത് വെച്ചേക്കുക. O തൊട്ട് G വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നതാണ് y =
h/4. ഇനി x ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ b/2 ആയിരിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്, ആക്സിസിന് ഉള്ളിലായിരിക്കുമ്പോൾ, അതായത് ഫസ്റ്റ് കോർഡിനേറ്റിനുള്ളിൽ വരുമ്പോൾ, അതായത് xy ആക്സിന് ഉള്ളിൽ മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് എക്സും y ഉള്ളത്. ഇനി അത് സിമെട്രിക്കൽ ഓർബിട്ട് y ആണെന്നുണ്ടെങ്കിൽ, വെറുതെ ഒരു കോൺ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും y മാത്രമേ ഉണ്ടാവുള്ളൂ, x വാല്യൂ 0 ആയിരിക്കും. ആ y എന്ന് പറയുന്നതാണ് h/4 നോർമലി. അപ്പോൾ എപ്പോഴും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സർക്കുലർ കോൺ എന്ന് പറയുമ്പോൾ എന്ത് ഓർത്ത് വെച്ചാൽ മതി, h/4 ഓർത്ത് വെച്ചാൽ മതി. അത് എവിടെ നിന്ന് എടുക്കണം, ബേസിൽ നിന്ന് h/4 ഹൈറ്റ്. അടുത്ത നമുക്ക് നോക്കാം, ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ നമുക്കറിയാം ഒരു സ്ഫിയറിന്റെ നേരെ പകുതിയാണ്, ഒരു മുറിച്ച് എടുത്ത ഒരു ഭാഗം. അപ്പൊ അതിന്റെ നമുക്ക് കൺസിഡർ ചെയ്യാം. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ഹെമിസ്ഫിയർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3r/i ഫ്രം ഇറ്റ്സ് ബേസ് മെഷേർഡ് എലോങ് വെർട്ടിക്കൽ റേഡിയസ്. ഇവിടെയും എന്താണ് പറയുന്നത്, ഒരു വെർട്ടിക്കൽ റേഡിയസിന്റെ തൊട്ട് മുമ്പ് നമ്മൾ സെമി സർക്കിളിൽ എടുത്ത പോലെ തന്നെ ഇവിടെയും വെർട്ടിക്കൽ റേഡിയസ് ആണ് നമ്മൾ എടുക്കുക. വെർട്ടിക്കൽ റേഡിയസിന്റെ എത്ര ഹൈറ്റിലാണ്, 3r/8 എന്ന ഹൈറ്റിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. എവിടുന്ന്, ബേസിൽ നിന്ന് വെർട്ടിക്കൽ റേഡിയസിന്റെ 3r/8 എന്ന ഹൈറ്റിലായിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക ഒരു ഹെമിസ്ഫിയറിന്റെ. അതാണ് നമ്മൾ y ആയിട്ട് എടുത്ത്. അപ്പോൾ y is equal to 3r/8. റേഡിയസ് നമുക്ക് r ആണെന്ന് അറിയാം. അതേപോലെ വോളിയം എന്ന് പറയുന്നത് 2/3πr³. അടുത്ത നമുക്കൊരു ട്രപ്പീസിയം നോക്കാം. ട്രപ്പീസിയം നമുക്ക് ഷേപ്പ് നമുക്ക് അറിയാവുന്നതാണ്. 4 വശങ്ങളുണ്ട്, 4 സൈഡ് ഉണ്ട്, ABCD ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രപ്പീസിയം ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് h/3 into a+2b divided by a+b measured from side A where A and B are the parallel sides of and h is the height. അതായത് നമ്മൾ ഒരു ട്രപ്പീസിയം കൺസിഡർ ചെയ്തു. AB എന്ന് പറയുന്നത് ഒരു സൈഡ്, DC എന്ന് പറയുന്നത് വേറൊരു സൈഡ്, രണ്ടും പാരലൽ സൈഡ് ആണ്. ആ രണ്ട് പാരലൽ സൈഡ് നമ്മൾ എടുക്കുന്നു. ആ പാരലൽ സൈഡിന്റെ താഴെയുള്ള സൈഡ് നമ്മൾ A എന്ന് ഡിനോട്ട് ചെയ്തു, മുകളിലുള്ള സൈഡ് നമ്മൾ B എന്നും ഡിനോട്ട് ചെയ്തു. അതായത് ഓപ്പോസിറ്റ് സൈഡുകൾ എയും ബി ആയിട്ട് എടുത്തു. ഇനി A എന്ന സൈഡിൽ നിന്ന്, അതായത് A എന്ന ലെങ്ത് ഉള്ള സൈഡിൽ നിന്ന് ഒരു h/3 into a+2b divided by a+b എന്ന ലെങ്തിൽ ആയിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. അതായത് നമ്മൾ ആ ട്രപ്പീസിയം എടുക്കുമ്പോൾ അതിന്റെ ബേസ് ഞാൻ AB ആയിട്ട് എടുത്തെന്ന് വിചാരിക്കുക. ഫിഗറിൽ നോക്കുക, AB ആയിട്ട് എടുത്തെന്ന് വിചാരിക്കുക. അതാണ് സ്മോൾ ലെറ്റർ A ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ AB-യിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റി G വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h/3 into a+2b by a+b ആയിരിക്കും. അതായത് AB-യിൽ നിന്ന് അത്രയും ഹൈറ്റിൽ ആയിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടായിരിക്കുക. അതാണ് ട്രപ്പീസിയത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ പറയുന്നത്. അതിന്റെ ടോട്ടൽ ഹൈറ്റ് ആണ് h. അതായത് താഴത്തെ AB എന്ന സൈഡ് തൊട്ട് അല്ലെങ്കിൽ ബേസ് തൊട്ട് മുകളിലത്തെ DC എന്ന സൈഡ് വരെ. ഓക്കെ, അടുത്ത നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കോമ്പോസിറ്റ് ഷേപ്പ് നോക്കാം. നമുക്കിനി ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഒരു ഷേപ്പുകൾ മാത്രം, ഒരു സർക്കിൾ നോക്കി, ഒരു സെമി സർക്കിൾ നോക്കി, അല്ലെങ്കിൽ ഒരു ട്രപ്പീസിയം നോക്കി, അല്ലെങ്കിൽ ഒരു ഹെമിസ്ഫിയർ നോക്കി. ഒരു ഷേപ്പ് മാത്രമാണ് നമ്മൾ നോക്കിയെന്ന് വിചാരിക്കുക. ഇനി ഒന്നിൽ കൂടുതൽ ഷേപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ ഒരു കോണും ഒരു റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ ഒരു സ്ക്വയറും ഒരു സെമി സർക്കിളും. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ഷേപ്പുകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഷേപ്പിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ എക്സും വൈയും ആയിട്ട് എടുക്കുക. എക്സ് ക്യാപിറ്റൽ എക്സ് ലെറ്റർ എക്സ് ആണ്, വൈ ക്യാപിറ്റൽ ലെറ്റർ വൈ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം എക്സ്ട്രീം ലെഫ്റ്റ് ടു വൈ ആക്സിസ് ആയിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന കോമ്പോസിറ്റ് ഷേപ്പിന്റെ എക്സ് ഡിസ്റ്റൻസ്, അതായത് സെൻട്രോയിഡിലേക്കുള്ള എക്സ് ഡിസ്റ്റൻസ് ആയിരിക്കും ക്യാപിറ്റൽ എക്സ് ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ വൈ എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം എക്സ്ട്രീം ബോട്ടം, അതായത് നമ്മൾ എടുക്കുന്ന കോമ്പോസിറ്റ് ഷേപ്പിന്റെ വൈ ഡിസ്റ്റൻസ്, അതാണ് വൈ ആയിട്ട് എടുക്കുക. അതിൽ ഇനി A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്, അതേപോലെ A4 ആകാം. അങ്ങനെ ഓരോ എത്ര ഷേപ്പ് വരുന്ന അത്രയും ഷേപ്പിന്റെ ഏരിയാസ് ആണ് A1, A2, A3 എക്സെട്ര പറയുന്നത്. അതേപോലെ തന്നെ x1 ഉം x2 ഉം y1 ഉം y2 ഉണ്ട്. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം എക്സ്ട്രീം ലെഫ്റ്റ് ടു ദ സെൻട്രോയിഡ് ഓഫ് ദി ഫസ്റ്റ് ഷേപ്പ്. നമ്മളിപ്പോൾ രണ്ട് ഷേപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒന്നാമത്തെ ഷേപ്പിന്റെ എക്സ് ഡിസ്റ്റൻസ്, അതായത് എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് ഒന്നാമത്തെ ഷേപ്പിന്റെ സെൻട്രോയിഡ് വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ x1 ആയിട്ട് എടുക്കുക. ഇനി x2 ആണെങ്കിലോ രണ്ടാമത്തെ ഷേപ്പിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, അതായത് എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന്, അതായത് എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വൈ ആക്സിസ് ആണ് എടുക്കുക. അപ്പൊ എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഷേപ്പിന്റെ എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ബോഡിയുടെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ സെൻട്രോയിഡ് വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ x2 എന്ന് എടുക്കുക.
ഇനി അതേപോലെയാണ് y1 വെച്ചു. y1 എന്ന് പറയുമ്പോഴത്തേനും എക്സ്ട്രീം ബോട്ടത്തിൽ നിന്ന് ഒന്നാമത്തെ ഷേപ്പിന്റെ സെൻട്രോഡ് വരെയുള്ള y ലെങ്ത്, അതായത് ഹൈറ്റ്. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ്ട്രീം ബോട്ടം ടു ദ സെൻട്രോഡ് ഓഫ് ദി ഫസ്റ്റ് ഷേപ്പ്, അതായത് വെർട്ടിക്കൽ ലെങ്ത്. നമ്മൾ x1 ഉം x2 എന്തായിരുന്നു, ഹൊറിസോണ്ടൽ ആണ് എടുക്കുക, ഹൊറിസോണ്ടൽ ലെങ്ത് ആണ് എടുക്കുക, ഒന്നാമത്തെ ഷേപ്പിലേക്കുള്ള ഹൊറിസോണ്ടൽ ലെങ്തും x2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷേപ്പിലേക്കുള്ള ഹൊറിസോണ്ടൽ. ഇനി y1 എന്ന് പറയുമ്പോൾ ഏതാണ്, y ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, മുകളിലേക്കാണ് നോക്കുക. അപ്പോൾ ബേസിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്ട്രീം ബോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒന്നാമത്തെ ഷേപ്പിന്റെ സെൻട്രോഡ് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ y1 ആയിട്ട് എടുക്കുക. ഇനി y2 ആണെന്നെങ്കിലോ ബേസിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്ട്രീം ബോട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഷേപ്പിന്റെ സെൻട്രോഡിലേക്കുള്ള ഹൈറ്റ്, അതാണ് y2. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to a1 x1 plus a2 x2 plus a3 x3 plus etc അങ്ങ് പോകും, ഡിവൈഡഡ് ബൈ a1 plus a2 plus a3 etc etc. അപ്പോൾ 3 ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ a3 വരെ എടുത്താൽ മതി, ഇനി 2 ഷേപ്പ് ഉണ്ടെങ്കിൽ 2 വരെ എടുത്താൽ മതി, ഇനി 4 ഷേപ്പ് ഉണ്ടെങ്കിൽ 4 വരെ എടുക്കണം. അതേപോലെ തന്നെ y ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ a1 y1 plus a2 y2 plus a3 y3 plus etc ഡിവൈഡഡ് ബൈ a1 plus a2 plus a3. അത് എയും a1 ഉം a2 ഉം a3 a4 എന്നൊക്കെ പറയുന്നത് ഏരിയ ആണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ x1 x2 x3 എന്താണെന്ന് മനസ്സിലായല്ലോ, y1 y2 y3 എന്താണെന്ന് മനസ്സിലായല്ലോ. ജസ്റ്റ് അത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇത്രയും നേരം പഠിച്ച ടോപ്പിക്സുകളുടെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഇത്രയും നേരം പഠിച്ച ടോപ്പിക്സുകൾ മാത്രമാണ്. നമ്മൾ ആദ്യം പഠിച്ച ഏതായിരുന്നു, ഓരോരോ ഷേപ്പുകളുടെയാണ് നമ്മൾ പഠിച്ച. സെമി സർക്കിൾ നോക്കി, അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഹെമിസ്ഫിയർ നോക്കി, പിന്നെ ഒരു ട്രപ്പീസിയം നോക്കി. അപ്പോൾ അത്രയും ഷേപ്പുകൾ നമ്മൾ പഠിച്ചു. ആ ഷേപ്പുകളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. അതേപോലെ സർക്കുലർ കോണും ഉണ്ട്. ഓക്കെ, അത് മറന്നുപോയതാണ് സർക്കുലർ കോൺ. അപ്പോൾ ഒരു സെമി സർക്കിള്, കോണ്, ഹെമിസ്ഫിയർ, ട്രപ്പീസിയം, ഇത്രയും ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സെമി സർക്കിൾ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ് ഫ്രം ഇറ്റ്സ് ബേസ്, അതെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, അതുപോലെ 10 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ പഠിച്ച ടോപ്പിക്സ് നന്നായി മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് സ്വയം ആൻസർ കണ്ടെത്തുക. ഓക്കെ, താങ്ക് യു.